ഉച്ചയാകുമ്പോൾ ഒരു തോന്നല്, ഒരു സമുദ്ര സദ്യ ആയാലോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം കേട്ടോ അത്. ചെമ്മീൻ ചമ്മന്തിപ്പൊടി, ഉണക്ക് ചെമ്മീൻ ചമ്മന്തിപ്പൊടി ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഉള്ളത് കൂന്തലാണ്. പിന്നെ ഒരു അച്ചാറുണ്ടായിരുന്നു, മീൻപീരി ഉണ്ടായിരുന്നു, ഞണ്ടുണ്ടായിരുന്നു, ചെമ്മീൻ റോസ്റ്റ് ഉണ്ടായിരുന്നു, പിന്നെ ഒരു മീൻ ഫ്രൈ ഉണ്ടായിരുന്നു, മത്തി. എനിക്ക് അത്ര ഇഷ്ടമായില്ല, രശ്മിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ സൂര്യനും ചാരുവും അവർ രണ്ടുപേരും ഇത് വേണ്ട, നമുക്ക് ബിരിയാണി മതി എന്ന് പറഞ്ഞു. പിന്നെ ഒരു കാളനുണ്ട്, പിന്നെ ഒരു മോരുകറി ഉണ്ട്, കൂട്ടുകറി ഉണ്ട്. ഇതെല്ലാം ചേർന്നിട്ടാണ് ഈ സദ്യ. പിന്നെ അതിന് ശേഷം ചോറുണ്ട്, ചോറ്, സാമ്പാർ, മീൻകറി, ഇതെല്ലാം ചേർന്ന് നമുക്ക് മൊത്തം ഇതിനു വേണ്ടി ചെലവായത്, അതായത് ഒരു ബിരിയാണിയും 2 സമുദ്ര സദ്യയും ചേർന്ന് നമുക്ക് ചെലവായത് 44 ദിർഹംസ് കേട്ടോ. ശരിക്കും സമുദ്ര സദ്യക്ക് മാത്രം എത്രയാണ് എന്ന് ചോദിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അതിൻ്റെ റേറ്റ് അറിയില്ല. പക്ഷെ എന്നാൽ പോലും ഒരു ബിരിയാണിയും 2 സമുദ്ര സദ്യ എല്ലാം ചേർത്ത് 44 എന്ന് പറഞ്ഞാൽ വളരെ കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സൂര്യനും ചാരുവും ഒരു ബിരിയാണി 2 പേരും കൂടി കഴിച്ചു. എനിക്ക് ബാരിക് റൈസ് ആയിരുന്നു. തന്നു, തിന്നു, തീർന്നു. വളരെ പെട്ടെന്നായിരുന്നു എല്ലാം. രശ്മിയും ചാരുവും സൂര്യനൊക്കെ പതുക്കെയായിരുന്നു കഴിച്ചിരുന്നത്. പക്ഷെ ഞാൻ ഭക്ഷണം ക്ഷണം എന്ന രീതിയിൽ ഞാൻ പെട്ടെന്ന് കഴിച്ചു. അതിനുശേഷം എങ്ങനെ ഇല മടക്കണം എന്നുള്ള ഒരു ഡെമോ കൂടി ഞാൻ അവർക്ക് കാണിച്ചു കൊടുത്തു. നമ്മൾ ഒരിക്കലും ഇല ഇങ്ങനെ മടക്കാൻ പാടില്ല. നമുക്കിപ്പോൾ ഭക്ഷണം മതിയായി അല്ലെങ്കിൽ ഭക്ഷണം നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലാണ് നമ്മൾ അങ്ങനെ മടക്കുക. നമ്മളിനി അങ്ങോട്ട് വരുന്നില്ല എങ്കിൽ, നമുക്കിഷ്ടമായി എങ്കിൽ നമ്മൾ നമ്മുടെ സൈഡിലേക്കാണ് ഇല മടക്കേണ്ടത് എന്ന് മക്കൾക്കും കൂടി പറഞ്ഞു കൊടുത്തു. അപ്പോൾ അവൻ പറയാണ്, അങ്ങനെയാണെങ്കിൽ ആ ഡെമോ ഞാൻ കൂടി കാണിക്കും എന്ന് പറഞ്ഞിട്ട് അവൻ സൂപ്പറാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അവൻ പക്ഷെ ബിരിയാണിയാണ് കഴിച്ചത്. എന്നാലും നമ്മളിൽ നടക്കൊക്കെ എന്തൊക്കെയല്ലോ എടുത്ത് തിന്നുന്നുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് അവൻ പറഞ്ഞു സൂപ്പർ. അങ്ങനെ ഇല എങ്ങനെയാ മടക്കുക എന്നുള്ളതിന്റെ ഡെമോ അവനും കാണിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇത് കട്ട് ചെയ്യും, ഇത് ഞാൻ ഇടൂല എന്ന് പറഞ്ഞു ഇത് കട്ടിയല്ല കേട്ടോ, എന്തായാലും ഉടനെ. അപ്പം ഇങ്ങനെയാണ് എല്ലാം മടക്കേണ്ടതെന്ന് മക്കൾക്കും കൂടി നമ്മൾ പറഞ്ഞു കൊടുക്കണം. അങ്ങനെ അവൻ വെള്ളമൊക്കെ കുടിച്ച് ചോറൊക്കെ തിന്ന് ബിരിയാണിയൊക്കെ തിന്ന് നമ്മളും ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ദാ വന്നിരിക്കുന്നു 2 കൂട്ടുകാർ. നമ്മുടെ മനോജേട്ടനും രശ്മി അതുവഴി പോവായിരുന്നു. അങ്ങനെ അവരും വന്നു. നമ്മൾ പിന്നെ പുറത്തുനിന്നൊരു കോഫിയൊക്കെ കഴിച്ചു. അതിൻ്റെ ഇടയിലാണ് അവിടുത്തെ മാനേജർ ഇവന് വേണ്ടി മാത്രമായിട്ടൊരു ബട്ടർ ദോശ കൊടുത്തത്. ഇത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് എങ്ങനെയുണ്ട് എന്ന് അറിയാൻ വേണ്ടി, ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി എനിക്കും കിട്ടിയായിരുന്നു ചെറിയ പീസ്. പക്ഷെ അത് ഭയങ്കര ടേസ്റ്റ് ആട്ടോ, നല്ല രസമുണ്ട് ആ ദോശ. അതിങ്ങനെ വെറുങ്ങനെ കഴിക്കാൻ വേണ്ടി, നമ്മളങ്ങനെ പറയാട്ടോ, നിങ്ങളിനി എന്താ പറയാ എനിക്കറിയില്ല, വെറുതെ കഴിക്കാൻ വേണ്ടി തന്നെ നല്ല രസമുണ്ടായിരുന്നു. അത് അവന് വേണ്ടി സ്പെഷ്യലായിട്ട് കൊടുത്താണെങ്കിലും എല്ലാവരും നുള്ളിപ്പുറക്കി തിന്നുന്നുണ്ടായിരുന്നു. അപ്പൊ ഇനി വീണ്ടും അടുത്ത വീഡിയോയിൽ പാക്കലാം. ടാറ്റ ബൈ. ഒരു ബൈ പറഞ്ഞേടാ.